നമ്മള് പോവാണ് ആംസ്റ്റർഡാമിലേക്ക്. എന്തിന്? കിങ്സ് ഡേ ആഘോഷിക്കാൻ. ഈ പോകുന്ന വഴിക്കൊന്നും ഒരു പൂച്ചനെ കാണാനില്ല. എനിക്ക് തോന്നുന്നത് ഇന്നിക്ക് ഞങ്ങൾ ഈ പ്രദേശത്ത് ആംസ്റ്റർഡാമിന്ന് കുറച്ചുള്ളില് ഡീമൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടെയുള്ളവർക്ക് they don't bother about കിങ്സ് ഡേ. അല്ലെങ്കിൽ അവര് എല്ലാവരും കൂടും കുടിക്കൊക്കെ എടുത്ത് കിങ്സ് ഡേ ആഘോഷിക്കാൻ വേണ്ടി ആംസ്റ്റർഡാമിലേക്ക് പോയിരിക്കുകയാണ്. ഈ 2 പോസിബിലിറ്റി മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. അങ്ങനെയുണ്ട് ഈ ക്യാമറ ആംഗിൾ അതിലെനിക്ക് സെറ്റ് ചെയ്ത് തന്നാണ്. കാരണം സൈക്കിൾ ഓടിക്കുമ്പോൾ നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അത് ശിക്ഷാർഹമാണ്. മൈക്കില്ല, അത് കുത്താനുള്ള സ്ഥലമില്ല. എല്ലാം കൂടെ എങ്ങനെയൊക്കെ വെച്ചിരിക്കുകയാണ്. ഞാൻ 2 ആൾക്കാരെ സ്പോട്ട് ചെയ്തു കിങ്സ് ഡേയുടെ കുടുംബിൽ പോകുന്നത്. എന്താ ആൾക്കാർ അങ്ങോട്ട് പോകുന്നത്? നല്ല തണുപ്പുണ്ട് കേട്ടോ. കൈ ഗ്ലൗസ് എടുക്കാൻ മറന്നു, കോച്ചുന്നുണ്ട്. കുറച്ച് കുടുകുടു വഴിയാണ്. ഇത് കഴിയുമ്പോൾ നമ്മൾ നല്ല വഴിയിലേക്ക് കയറും. ദിസ് ഈസ് നോ ഫൺ ഗൈസ്. ഈ റോഡ് കട 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 കട. പിന്നെ എനിക്കുള്ള സാധാരണ ആശ്വാസങ്ങൾക്ക് പുറമെ നമ്മൾ ഈ കൊല്ലം നമ്മൾ കണ്ടുപിടിച്ച ഒരു പുതിയ അസുഖം കൂടെ നമുക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. ഹേ ഫീവർ അല്ലെങ്കിൽ പോളൻ അലർജി. കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. പുറത്തിറങ്ങുമ്പോൾ ഒക്കെ ഒരു വയ്യായിക. ഇന്നലെ അങ്ങോട്ട് തീരുമാനമായി. നമ്മൾ ട്യൂലിപ്പ് കാണാൻ പോയി ട്യൂലിപ്പൊന്നും കണ്ടില്ല. പക്ഷെ അയ്യോ ഒന്നും പറയണ്ട, തുമ്മലും ചീറ്റലും ജലദോഷവും. അപ്പൊ ഇന്നത്തെ വ്ളോഗിൽ പ്ലീസ് വെയർ വിത്ത് മീ. ഈ വഴിക്കലുണ്ടാവും. പുറത്തെത്തി ടിഷ്യൂ പിടിക്കാൻ പറ്റുന്ന അവസ്ഥയാകുമ്പോൾ അത് പിടിക്കാം. പക്ഷെ സൈക്കിൾ ഓടിക്കുമ്പോൾ പറ്റില്ലല്ലോ. നല്ല വഴിയാ. ഇവിടുന്ന് എങ്ങോട്ടേക്കാ? നമ്മള് അവിടെ എത്തിക്കഴിഞ്ഞാൽ മോണ്ടൽ പാർക്കിന് ഒറ്റ സൈഡിലേക്കല്ലേ കയറുക? നീ എവിടേക്കാ ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത്? ഏത് സൈഡാന്ന് ഞാൻ നോക്കാം. ഞാൻ ജസ്റ്റ് മോണ്ടൽ പാർക്ക് നിട്ടില്ല. മോണ്ടൽ പാർക്ക് നിട്ട് കഴിഞ്ഞാൽ മെയിൻ എൻട്രൻസ് ആണ് പൊതുവെ വരാറ്. അപ്പൊ ഇതിലെ കയറി, കാരണം ഇതില് നമ്മളിപ്പോ എവിടുന്ന് തിരിയണ്ടായിക്കാറില്ല. കാരണം മാർഗബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ പിന്നെ മറ്റേ വശത്തേക്കല്ലേ പോവാ. മാർഗബ്രിഡ്ജിലൊന്ന് അടുക്കാൻ പറ്റില്ല. വേറെ റൂട്ട് പിടിക്കാം. കുറച്ചുകൂടെ കഴിഞ്ഞ് കാണാവേ സെന്ററിലൊക്കെ എത്താനാവുമ്പോ. നേരെയാ? Dutch buildings കണ്ടു. ട്രാൻസിഷൻ ഫ്രം ആരോരുമില്ലാത്ത ആംസ്റ്റർഡാം ടു
നമ്മള് കിങ്സ്റ്റേയുടെ മേജർ മാഡ്നസ്, ഓറഞ്ച് മാഡ്നസ് ഒക്കെ നടക്കുന്നത് ഞങ്ങൾ കനാലിലാണ്. അപ്പോൾ അതിനു മുന്നേ നമ്മളിവിടെ വോണ്ടൽ പാർക്കിൽ കുറച്ചും കൂടെ ഫാമിലി ഫ്രണ്ട്ലി, കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നതാണേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പിള്ളേർക്ക് ഭയങ്കര രസമുള്ള, അവർക്കുള്ള ഓൾറെഡി പഴയ ടോയ്സ് ഒക്കെ വിൽക്കാം, പുതിയത് വാങ്ങിക്കാം, പൈസ കിട്ടും. അപ്പോൾ അതിനു വേണ്ടി അവർ സാധനം വിൽക്കാൻ വേണ്ടി പിള്ളേരുടെ സ്റ്റോൾസാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പിന്നെ ഭക്ഷണമൊക്കെ വാങ്ങിക്കാൻ കിട്ടുക. നമുക്ക് പോയി നോക്കാം. ഇവിടെ സ്റ്റോളുകളിൽ വിൽക്കുന്ന സാധനം മാത്രമല്ല, ഇതുപോലെ അഡ്വർടൈസ്മെന്റ് നടത്തുന്നുണ്ട് കേട്ടോ. ചാത്ത സാധനം ആവാതിരുന്ന മതിയായിരുന്നു. മാംഗോ ബൂസ്റ്റ്, ഇമ്മ്യൂണിറ്റി, വൈറ്റമിൻ C, D3 ഒക്കെ എന്നാണ് പറയുന്നത്. പക്ഷേ ലേബലിംഗ് ഒക്കെ ഒരു കണക്കാണ്. കൊള്ളാട്ടോ, ഒരു എനർജി ബൂസ്റ്റ് തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടെ എടുക്കായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് ഇല്ലേ, അലീനയും ജോണും പിന്നെ അലീന ടോണിഷും, അവരിവിടെ സ്റ്റോൾ ഇടാൻ വരേണ്ടതാണ്. 9 മണിക്ക് ഇവിടെ വന്ന് സ്റ്റോൾ ഇടുന്നു പറഞ്ഞ ആൾക്കാർ 10 മണിയായിട്ട് ഇവിടെ എത്തിയിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അവരുടെ സ്റ്റോൾ ഉണ്ടെങ്കിൽ നമുക്ക് കാണാമല്ലോ. നമുക്ക് അറിയുന്ന ആൾക്കാരുടെ സ്റ്റോളാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ വന്നിട്ട് അവരുടെ പഴയ കളിപ്പാട്ടം, പണ്ടത്തെ ആയിരിക്കും, പക്ഷെ ഒരാളുടെ പഴയത് വേറൊക്കെ പുതിയതാവാമല്ലോ. വലിയ ആൾക്കാരുടെ അവരുടെ പാത്രങ്ങൾ, തുണികൾ, വേണ്ടാത്തതൊക്കെ വിൽക്കും. ഒരു കണക്കിന് ഭയങ്കര നല്ലതല്ലേ, കാരണം കുറേ സാധനങ്ങൾ നമ്മൾ കളയുന്നതിന് പകരം വേറെ ആരെങ്കിലും ഉപയോഗിക്കും. അവർക്ക് വേണ്ടാത്തൊരു സാധനത്തിന് വിൽക്കുകയും ചെയ്യാം. അതിനൊരു €1 അല്ലെ ഫ്രീ ആയിട്ടൊക്കെയാണ് ചിലർ കൊടുക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ വന്നിട്ട് അയ്യോ ഇതെനിക്ക് €1 കിട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇന്നത്തെ ദിവസമാണ് ഇവിടെ പെർമിറ്റ് ഇല്ലാതെ സാധനങ്ങൾ വിൽക്കാൻ പറ്റുന്നത്. സാധാരണ നമുക്ക് സാധനം വിൽക്കണമെങ്കിൽ പെർമിറ്റോ അല്ലെങ്കിൽ ഒരു പെർമിഷനൊക്കെ വേണമല്ലോ. ഇതൊന്നും വേണ്ട. സ്ഥലം പിടിക്കുക, സാധനം കൊണ്ടിടുക, തോന്നുന്നൊരു വില പറയുക, ഇഷ്ടമുള്ള ആൾക്കാർ മേടിച്ചോണ്ടു. നമുക്കൊരു ടോംപൂസ് വാങ്ങിക്കണ്ടേ? ഇവിടുത്തെ ടോംപൂസ് അല്ലേ, ഇവിടുത്തെ മറ്റേ ചീസ് നടുക്ക് വെച്ചിട്ടുള്ള കേക്ക്. അപ്പോൾ അത് സാധാരണ ഒറിജിനൽ ആയിട്ടുള്ളത് പിങ്ക് ആണ്, പക്ഷെ കിങ്സ്റ്റേയിൽ അവരത് ഓറഞ്ച് ആയിട്ട് ഉണ്ടാക്കും. അതൊരെണ്ണം കഴിക്കാമായിരുന്നു. പിന്നെ അലീനയുടെ കേക്ക് വരുന്നുണ്ട്, അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ അടുത്ത മത്സരം കളിക്കാൻ പോവാണേ. എനിക്കിതെന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. €2 കൊടുത്തിട്ട് ആ €5 ഇടിക്കണം എന്നുള്ളതാണെന്ന് തോന്നുന്നു. അല്ല, കൊള്ളിക്കണം. Anywhere in the €5 bill is good. You get 3 darts. Yeah. And only 2 have to be anywhere in the €5 bill. And then you win €5. And if not, we always have delicious Some. prizes. Okay, let's go. Take your time. Oh! Ah! You did it one, I think. I did! It's No, I know. It's okay. you can pick it, like some chocolate, apple juice. Thank you so much. You have a good technique, I tried. but you need to sharpen it up. I know. I mean, in my office, Next year, my colleagues you have have been trying to teach me this. Yeah, but you Okay, let's start. go. Oh my God. You start really high, you Gotta know, stretch- like that. stretch in your Start heart. with 90 degrees and then Let's go. You can do it. and then a Okay, bit let's go. harder. Try again. Ooh. I'm too wobbly. What's that here? Just throw a bit harder. Oh, but what? Show up on the Thank you so much. Bye. Let's go. Hey! You say yes and I Yes. Oh, that was too cute. That was too cute. Okay. What happened? No, hold on. I know. Work. Ah, of course. Yes. Happiness. It's 3 times. Oh, there. Yeah, maybe. Hey. Yes. No, that was fun. That was cheating. Thank you. Thank you so much. ഇതൊക്കെയുണ്ടോ? Thank you. Thank you. എങ്ങനെയുണ്ട് എന്റെ മുഖത്തെ ഡിസൈൻ? സൂപ്പർ ആയിരുന്നു. ഒരു മോള് ചെയ്തു തന്നതാ, ക്യൂട്ട് മോള്. നിനക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടെ? കഴിഞ്ഞ പ്രാവശ്യം പോയ പോലെ പ്രിൻസ് ആൻഡ് റാഫ്റ്റ് കനാലിലുള്ള വൈബ്സ് ആണ് ഇഷ്ടപ്പെട്ടെ? ഇവിടെ കുറച്ച് സമാധാനപരമായ ഫാമിലി ഫ്രണ്ട്ലി ഷോ ആണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ തിക്കിലും തിരക്കിലും പെട്ട് ഇങ്ങനെ ഞെങ്ങിപ്പോകുന്നില്ല. നമ്മൾ പ്രിൻസ് ആൻഡ് ഹാർട്ടിൽ പോകുമ്പോൾ നമ്മൾ അവിടെ സ്റ്റക്കായി പോകാറുണ്ട്, കുടുങ്ങിപ്പോവും. അത് നമ്മൾ വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താണ് ഈ വർഷം അങ്ങനെ തന്നെയാണോ എന്ന്. അതെ, നാട്ടിലൊരു ഉത്സവത്തിനോ പൂരത്തിനോ പോയ പ്രതീതിയാണ് അവിടെ. ഇവിടെ നമുക്ക് അറ്റ്ലീസ്റ്റ് ആൾക്കാരെ നമ്മളെ തട്ടാതെ മുട്ടാതെ നടക്കാം. മറ്റിടത്ത് അങ്ങനെയല്ല. അപ്പൊ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിലൂടെ പോവായിരിക്കും. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ ഡെഫിനറ്റ്ലി എന്റെ കിങ്സ് ഡേ ആഘോഷിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലം
എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. മുഖത്ത് സാധനം കിട്ടി, ഗെയിം കളിച്ച് ഞാൻ ഡാർട്ട് ഓക്കെ എന്റെ ഫസ്റ്റ് ട്രയൽ അല്ലെങ്കിൽ ഞാനത് ഇട്ടു. പിന്നെ അവര് പ്രാക്ടീസ് എന്നെ അവർ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു, അവരെന്നെ പഠിപ്പിച്ചു. ഐ മീൻ ഞാൻ വുഡ് ബി സോ പ്രൗഡ് ഓഫ് മീ. കാരണം ഞാൻ എന്നെ ഇത് കുറെ കാലം പഠിപ്പിക്കാൻ ശ്രമിച്ചതാണ്. ഹാൻഡ് മെയ്ഡ് ക്രോഷ്യ ഒക്കെ ഉണ്ട്. ഓ വാവ്, ഈ വൈബ് നല്ല രസമുണ്ട്. എവിടെ അലീനും ജോണും DJ എന്നൊക്കെ പറഞ്ഞ മക്കളുടെ DJ കേട്ടോ. ഇവനൊക്കെ ആരാവും? ഓ മൈ ഗോഡ്. വെറുതെ അല്ലേ ഇവിടെ ഒരാൾക്കൂട്ടം അല്ലേ? QR കോഡ് കൊണ്ട് വരുന്ന പിള്ളേര് വേറെ ലെവലോ, രക്ഷയില്ല. ഭയങ്കര കൂൾനെസ്. ഇതിങ്ങനെ നാച്ചുറൽ ആയിട്ട് വരുന്നതെന്ന് തോന്നൂല്ലേ? ഐ മീൻ 0 എഫേർട്ട് കൂൾനെസ് ആണ്. ഞാനത് ചെയ്യില്ല. അതിന്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ അതിന്റെ മുഖത്ത് സ്ലാഗ് അറിയാൻ പറ്റുക? I know, right? Let's go. 3 rounds, right? ഞാൻ കുറെ തിന്നു. എനിക്ക് എന്റെ കൊളീഗ്സിന്റെ കയ്യിൽ നിന്നുള്ള പ്രാക്ടീസ് ആണല്ലോ നിനക്ക് ഹെൽപ്പ് ചെയ്തത്. ശൂലം ഞാൻ കളിച്ച് മരിച്ചിട്ടുണ്ട്. താങ്ക് യു. ബൈ ബൈ, സീ യു. നമ്മളിത് വെച്ച് ഫിൽമൈന്റെ കൂടെ ഈ കളി കാണാൻ പോയിട്ട് 17 യൂറോയ്ക്ക് വാങ്ങിയ സാധനം ഇപ്പൊ നമുക്ക് 5 യൂറോയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. വിച്ച് ഇസ് ക്വൈറ്റ് ഓസം. അതില് മാംഗോയും മോച്ചി വാങ്ങിക്കണം ജപ്പാന്റെ ഓർമ്മയ്ക്കായിട്ട്. ഒരു മാംഗോയും ഒരു സ്ട്രോബെറിയുമാണ് പറയുന്നത്. 5 യൂറോ ആണ്. ഇത് ഫ്രഷ് ആയിട്ട് ഹോം മെയ്ഡ് ആണ്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. ടേസ്റ്റ് ഉണ്ടാവും, ഇല്ലെങ്കിൽ തന്നെ ആ കാണാനുള്ള ഭംഗി കൊണ്ട് നമുക്ക് ജപ്പാന്റെ ഓർമ്മയ്ക്കായിട്ടുള്ള മോച്ചി കഴിച്ചു നോക്കാം അല്ലെ. അതിലും ആക്രാന്തത്തിന് 2 വാങ്ങിയിട്ടുണ്ട്. So good. So good? Love it? അടിപൊളി. എങ്ങനെയുണ്ട്? സൂപ്പറാ. ഏതാ ഇഷ്ടപ്പെട്ടെ? സ്ട്രോബെറി കൂടുതൽ ഇഷ്ടം. എന്നാ അത് കഴിച്ചിട്ട് വരാം കേട്ടോ. Always come back again. Yeah, sure. Save 3 seconds. But it was impossible. Yeah, well, he was really good last time. അടി ഉടനെ വന്നാ
ഒരു അമ്മാമ്മ ഇവിടെ നിന്ന് പോവാനും. ഓക്കെ. ഡിസ്കൗണ്ട് ഉണ്ടോ അറിയുന്ന ആൾക്കാർക്ക്? ലെമൺ കേക്കിന്റെ പുള്ളിയോടെ വേണോ പഴംപൊരി വേണോ? പുള്ളിവട. ഓക്കെ, അപ്പൊ 50% കുറവുണ്ട്. എനിക്ക് വലുതാണോ? ഓക്കെ, നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള കുറച്ച് നമ്മള് കഴിക്കുന്ന ക്രിസ്പി അല്ല, കാരണം നിങ്ങൾ ഇങ്ങനെയല്ലേ കൊണ്ടുവന്നെ. അത് മാത്രമേ ഉള്ളൂ, പക്ഷെ ടേസ്റ്റ് ഉണ്ടോ? ഇത് തന്നെ എക്സ്പേർട്ട് ആണല്ലോ. പഴംപൊരി ഉണ്ട് കേട്ടോ അല്ലേ? ഞങ്ങളിവിടെ 9 മണി മുതൽ 12 മണി വരെ ആരെ കാത്തിക്കരുന്നറിയോ? ഈ ടീംസ് 9 മണിക്ക് വരൂന്ന് പറഞ്ഞിട്ട് ഞാനും എന്റെ പാവ അതിലും കൂടെ സൈക്കിള് ചവിട്ടി ഇവിടെ വരെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇവരെ കണ്ട സ്ഥിതിക്ക് നിങ്ങളെ ഇത്ര നേരം ഇവിടെ നിങ്ങളെ കാത്ത് കണ്ടിട്ടായിരുന്നു. കണ്ട സ്ഥിതിക്ക് ഞങ്ങള് കനാല് പോയി കണ്ടിട്ട് വരാം അല്ലെ? നമുക്കൊന്ന് ചേഞ്ച് ഓഫ് സെറ്റിംഗ്സ് ആക്കാം. ഓക്കെ, അപ്പം ഓൾ ദ ബെസ്റ്റ് ഗൈസ്. അടിപൊളിയാവട്ടെ സെയിലൊക്കെ. എല്ലാം അടിപൊളിയായിരുന്നു. ബൈ. നമ്മള് ഈ ഏരിയ വിട്ട് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവില്ല കേട്ടോ ഇവിടെ കിങ്സ് ആണെന്ന്. ആ വാട്ടർ പാർക്കിന്റെ അവിടെ ഏരിയയിൽ എന്തായിട്ട് ബഹളം. ഇവിടെ ശാന്ത സുന്ദരമായ ഒരു ആംസ്റ്റർഡാം. ഇതിനേക്കാളും ഒരു ഡച്ച് സാധന സ്വപ്നങ്ങളിൽ മാത്രം സൈക്കിൾ ഓഫ് കോഴ്സ്, അതിന്റെ കൂടെ ക്ലോക്സും. അപ്പൊ നീ അതില് സൈക്കിൾ ഓടിച്ച് എന്നെ ഇതിനകത്ത് എത്തിക്കൊണ്ടുപോവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാലിനൊരു സുഖം ഉണ്ടായേ. നമ്മള് കനാലിലെ കാഴ്ച കാണാൻ വേണ്ടി പോവാണ്. ഇത് അത്ര ക്രേസി പരേഡ് അല്ല കനാലില്. ഇടിയൊന്നും തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ കട്ടയും പടവും മടങ്ങി. 20K സ്റ്റെപ്സ് അല്ല, അതിൽ കൂടുതൽ. പിന്നെ അതുകൂടാതെ സൈക്കിളും. അതുകൂടാതെ സൈക്കിളോ. ആംസ്റ്റർഡാമില് വോണ്ടൽ പാർക്ക് തുടങ്ങി, ലൈറ്റ്സ് പ്ലെയിനിൽ പോയി, അവിടുന്ന് പോയി, എന്തായാലും ഇന്നലെ കനാലിലൊക്കെ പോയി. അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെയാണ് കുറച്ചും കൂടെ ബോട്ട് ബൂംന്ന് കണ്ടത്.
നമ്മള് നേരത്തെ ആയിരുന്നു തോന്നുന്നു. തിരിച്ച് നമ്മള് മ്യൂസിയം പ്ലെയിൻ എത്തി ഇനി വീട് വരെ സൈക്കിൾ ചവിട്ടണം. പിന്നെ ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു, ഞങ്ങളുടെ സൈക്കിൾ പോയില്ല. ഞങ്ങൾ ഇവിടെ തിരിച്ചു വരുമ്പോ സൈക്കിൾ ഉണ്ടാവുമോ എന്തോന്നുള്ളൊരു ഫീലിംഗിലായിരുന്നു. തിരിച്ചു വീട്ടിൽ പോട്ടെ കേട്ടോ. ഇനി അടുത്ത കൊല്ലത്തെ 2027 കിങ്സ് ഡേക്ക് നമ്മളിവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വ്ളോഗായിട്ട് കാണാം. വേറെ വ്ളോഗും വരും എന്നാലും. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്.